ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു വിങ്സ് അക്കാഡമി. നമ്മുടെ +2 കൊമേഴ്സില് നമ്മുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയ എസ് എ കോഴ്സിൽ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്റർ ആണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ കഴിഞ്ഞ വർഷത്തെ 2022 എസ് എ കോഴ്സിനൊക്കെ നമ്മുടെ സ്റ്റാഫിംഗ് എന്നുള്ള ചാപ്റ്ററിൽ വന്നേക്കണം. ഇതില് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള കാര്യങ്ങൾ സ്റ്റാഫിംഗിന്റെ പ്രോസസ്സ്, സെലക്ഷന്റെ പ്രോസസ്സ്, അതേപോലെ തന്നെ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് അല്ലെ. ഇത്രയും 3 കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ. അതിൽ സ്റ്റാഫിംഗിന്റെ പ്രോസസ് ഇമ്പോർട്ടന്റ് ആണ്, സെലക്ഷന്റെ പ്രോസസ് ഇമ്പോർട്ടന്റ് ആണ്, സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് 2 ടൈപ്പ് ഉണ്ട്, ഇന്റേണലും ഉണ്ട് എക്സ്റ്റേണലും ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചു വരുന്നത് കേട്ടോ. നമുക്ക് നോക്കാം സ്റ്റാഫിംഗിന്റെ മീനിങ് തന്നെ നോക്കാം. അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്താണ് വാട്ട് യു മീൻ ബൈ സ്റ്റാഫിംഗ്? സ്റ്റാഫിംഗിൽ തന്നെ ഉണ്ട് എന്താ സ്റ്റാഫ് എന്താ ഒരു ഓർഗനൈസേഷൻ എംപ്ലോയിനെയാണ് സ്റ്റാഫ് എന്ന് പറയാം, ശരിയല്ലേ? ഓർഗനൈസേഷനിലെ എംപ്ലോയിനെയാണ് സ്റ്റാഫ് എന്ന് പറയാ അല്ലെ. അപ്പോ നമ്മുടെ സ്റ്റാഫിനാ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് എടുക്കുന്ന ഒരു പ്രോസസ് ആണെന്ന് പറയാ സ്റ്റാഫിന്. നമുക്ക് ചോദ്യം നമ്മൾ മീനിങ് ഇപ്പൊ പറഞ്ഞാ നോക്കിയാ മക്കളെ, ശ്രദ്ധിച്ചിരിക്കണേ. സ്റ്റാഫിംഗ് ഈസ് ദി പ്രോസസ് ഓഫ് ഫൈൻഡിങ്, hiring and retaining employee in the crucial function is an in any business ensuring the right people are in the right role in the achieve organizational objectives. അതായത് ഏറ്റവും എംപ്ലോയീസിനെ കണ്ടുപിടിച്ച് ഫൈൻഡ് ചെയ്ത് അല്ലെ ഹയർ ചെയ്ത് ഇതൊക്കെ കറക്റ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നമ്മൾ എടുത്ത് അതിനാ എന്താ കറക്റ്റ് പ്ലേസില് വെച്ച് കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ്. കറക്റ്റ് എംപ്ലോയിനെ റൈറ്റ് പേഴ്സണ റൈറ്റ് ടൈമില് റൈറ്റ് പ്ലേസില് അപ്പോയിന്റ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണെന്ന് പറയാ സ്റ്റാഫിംഗ് എന്ന് പറയാ. ഇതൊരു ഇമ്പോർട്ടന്റ് ആണ്. ഈ 2 മാർക്കിന് ചോദിച്ച് കാണാറുണ്ട് കേട്ടോ. 2 മാർക്കിന് ചോദിച്ച് കാണാറുണ്ട് സ്റ്റാഫിംഗിന്റെ മീനിങ് കേട്ടോ. അപ്പൊ ഒന്നുമില്ലട മക്കളെ, ഇപ്പൊ തന്നെ പഠിച്ചു വെക്കോ. എന്താണ് ഒരു റൈറ്റ് എംപ്ലോയിനെ റൈറ്റ് പ്ലേസിൽ റൈറ്റ് ടൈമില് അല്ലെ, റൈറ്റ് പ്ലേസിൽ ഒരു എംപ്ലോയിനെ അപ്പോയിന്റ് ചെയ്യുന്ന പ്രോസസ് ആണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. സെർച്ച് ചെയ്ത് ഫൈൻഡ് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് നമ്മൾ റൈറ്റ് ടൈമില് റൈറ്റ് പ്ലേസിൽ അപ്പോയിന്റ് ചെയ്യുന്ന ഒരു പ്രോസസ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം നോക്കിയാൽ മക്കളെ, ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് മക്കളെ നമ്മുടെ സ്റ്റാഫിംഗിന്റെ പ്രോസസ് ഓഫ് സ്റ്റാഫിംഗ് കേട്ടോ. പ്രോസസ് ഓഫ് സ്റ്റാഫിംഗ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. 5 മാർക്കിന് അല്ലെങ്കിൽ 8 മാർക്കിന് ചോദിക്കാറുണ്ട്. 2022 നമ്മുടെ ആനുവൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ആനുവൽ എക്സാമിന് സ്റ്റാഫിംഗിന്റെ പ്രോസസ് 8 മാർക്കിന് എസ് എ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 8 മാർക്കിന് എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ എസ് എ ക്വസ്റ്റ്യൻ ആകുമ്പോൾ എഴുതേണ്ട പ്രത്യേകത എന്താ അറിയോ? അതിൽ ഹെഡിങ് ഉണ്ടായിരിക്കണം, ഡെഫിനിഷൻ ഉണ്ടായിരിക്കണം, ഈ ഒരു ഗ്രാഫും കൂടി വരച്ച ഒരു ഫ്ലോ ചാർട്ട് കൂടി വരച്ചു കഴിഞ്ഞാൽ 8 മാർക്ക് ഷുവറാണ് കിട്ടിയിരിക്കും, ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. അപ്പോ ആദ്യം എഴുതേണ്ട എസ് എ ക്വസ്റ്റ്യൻ ഒക്കെ എഴുതുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയോ? ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, എന്താണോ എഴുതേണ്ടത് സ്റ്റാഫ് അതിന് മീനിങ് എഴുതാം, സ്റ്റാഫിങ്ങിന്റെ മീനിങ് എഴുതാം. ശേഷം സ്റ്റാഫിങ്ങിന്റെ പ്രോസസ് ഹെഡിങ് കൊടുക്കുക. ഏതൊക്കെ പ്രോസസ്സ് വരുന്നുണ്ട്? മാൻ പവർ റിക്വയർമെന്റ്, റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, പ്ലേസ്മെന്റ് ആൻഡ് ഓറിയന്റേഷൻ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, പെർഫോമൻസ് അപ്രൈസൽ, പ്രൊമോഷൻ ആൻഡ് കരിയർ പ്ലാനിങ്, കോമ്പൻസേഷൻ. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. എന്നിട്ട് ആദ്യം ആരെടുക്കാം? മാൻ പവർ റിക്വയർമെന്റ് എടുക്കാം, എക്സ്പ്ലെയിൻ ചെയ്യാം. റിക്രൂട്ട്മെന്റ് എടുക്കുക, എക്സ്പ്ലെയിൻ ചെയ്യുക. സെലക്ഷൻ എടുക്കുക, എക്സ്പ്ലെയിൻ ചെയ്യുക. അങ്ങനെ ഓരോന്നെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അവസാനം ഒരു ഫ്ലോ ചാർട്ട് കൂടി വരച്ചു വെച്ചാണ്ടല്ലോ, ഉറപ്പാണ്, ഷുവറാണ്. കിട്ടിന്ന് വെച്ചോ, കിട്ടി കണ്ണും പൂട്ടി വെച്ചോ, കൂട്ടിയല്ല, ഒറ്റക്കണ്ണിൽ നോക്കണേ, കിട്ടി. ഉറപ്പായിട്ടും 8 മാർക്ക് കിട്ടിയിരിക്കും, ഉറപ്പാണ്, ഷുവറാണ്. അപ്പോ അങ്ങനെയൊക്കെയാണ് എസ് എ ക്വസ്റ്റ്യൻ എഴുതാട്ടാ. അതല്ല ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ എഴുതാട്ടെ, കുഴപ്പമൊന്നുമില്ല. ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ എഴുതാൻ, അല്ലെ? ശരിയല്ലേ? കുറച്ച് സമയം മാത്രം മതി. അപ്പോ ആദ്യം സ്റ്റാഫിങ്ങിന്റെ ഏറ്റവും ആദ്യത്തെ മാൻ പവർ റിക്വയർമെന്റ്, അതായത് നമ്മുടെ ആ ഒരു ഓർഗനൈസേഷനിൽ എത്രത്തോളം മാൻ പവർ വേണമെന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് മാൻ പവർ റിക്വയർമെന്റ്സ്. ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പാണ് നമ്മുടെ എംപ്ലോയീസ്, നമ്മുടെ ഒരു ഓർഗനൈസേഷനിൽ എത്രത്തോളം എംപ്ലോയീസിനെ വേണം എന്നുള്ളൊരു പ്രോസസ്സാണ്, ഐഡന്റിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ് മാൻ പവർ റിക്വയർമെന്റ്. രണ്ടാമത്തതാണ് റിക്രൂട്ട്മെന്റ്. വാട്ട് യു മീൻ ബൈ റിക്രൂട്ട്മെന്റ്? അതായത് നമ്മുടെ എംപ്ലോയീസിനെ സെർച്ച് ചെയ്യുന്ന ഒരു പ്രോസസ് ആണെന്ന് പറയുന്നത് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. നമുക്ക് പല രീതിയിൽ എംപ്ലോയീസിനെ സെർച്ച് ചെയ്യാൻ പറ്റും, അല്ലെ? നമുക്കൊരു പോസ്റ്റർ വെച്ച് സെർച്ച് ചെയ്യാൻ പറ്റും, ആഡ് കൊടുത്ത് സെർച്ച് ചെയ്യാൻ പറ്റും, കുറെ കാര്യങ്ങൾ, അല്ലെ? അവരൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് നമുക്ക് ഓർഗനൈസേഷൻ വിളിച്ചോളും. അപ്പോൾ ആ ഒരു പ്രോസസ് ആണെന്ന് പറയുന്നത് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്, അല്ലെ? ശേഷമാണ് സെലക്ഷൻ വരാം. സെലക്ഷൻ ഏറ്റവും കുറെ കാൻഡിഡേറ്റ്സിൽ നിന്ന് എന്താണ് ജോബ് സീക്കേഴ്സിൽ നിന്ന്
ഒരു നമുക്ക് ആവശ്യമായിട്ടുള്ള എംപ്ലോയിനെ സെലക്ട് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ് ആണ് എന്ത് പറയാ, സെലക്ഷൻ എന്ന് പറയാം അല്ലെ. ആദ്യം മാൻ പവർ, എത്രത്തോളം മാൻ പവർ വേണമെന്ന് വെച്ചു, റിക്രൂട്ട്മെന്റ് ചെയ്തു, സെലക്ഷൻ ചെയ്തു, ആ സെലക്ട് ചെയ്യുന്ന എംപ്ലോയി നമ്മളെ കൊണ്ടുപോകും പ്ലേസ്മെന്റ് ചെയ്യും അല്ലെ. നമ്മൾ പ്ലേസ്മെന്റ് ചെയ്യും, നമ്മൾ ജോലി കൊടുക്കും. പ്ലേസ്മെന്റ് ചെയ്യുന്ന അടുത്ത പോയിന്റ് ആണ് എന്താ, ഓറിയന്റേഷൻ. വാട്ട് യു മീൻ ബൈ ഓറിയന്റേഷൻ? ഓറിയന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഉള്ളിലുള്ള ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസിനാ എന്ത് ചെയ്യാ, നമ്മ പുതിയതായിട്ട് വരുന്ന എംപ്ലോയീസ് നമ്മൾ എന്ത് ചെയ്യും, തമ്മിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ് ആണ് എന്താ പറയാ, ഓറിയന്റേഷൻ എന്ന് പറയാം. അപ്പൊ 4 പോയിന്റ് ഇപ്പൊ തന്നെ പഠിച്ചോ. എന്താ, മാൻ പവർ റിക്വയർമെന്റ്, റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, പ്ലേസ്മെന്റ് ആൻഡ് ഓറിയന്റേഷൻ. ആ എംപ്ലോയിനെ, പുതിയതായിട്ട് എംപ്ലോയിനെ നമ്മൾ എന്താ കൊടുക്കും, നമ്മ ട്രെയിനിങ് കൊടുക്കും അല്ലെ. അവന്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, നോളജ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, ഇതിനൊക്കെ വേണ്ടി നമ്മൾ എന്താ കൊടുക്കും, ട്രെയിനിങ് കൊടുക്കും. ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ നേരെ അവൻ എന്താണ്, ഡെവലപ്മെന്റ് അല്ലെ. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. അവൻ അതില് കഴിവ് തെളിയിച്ച് അവൻ പരമാവധി ഡെവലപ്പ് ആവും അല്ലെ. ഇനി അടുത്താണ് പെർഫോമൻസ് അപ്രൈസൽ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് പെർഫോമൻസ് അപ്രൈസൽ. ഇതൊക്കെ 2 മാർക്ക് ചോദിച്ചാണ്. വാട്ട് യു മീൻ ബൈ പെർഫോമൻസ് അപ്രൈസൽ? 2 മാർക്കിന് ചോദിച്ചു കാണാറുണ്ട് കേട്ടോ. അപ്പോ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ അവന് ട്രെയിനിങ് കഴിഞ്ഞ് അവന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണെന്ന് പറയാ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയാം കേട്ടോ. ദെൻ ലാസ്റ്റ് ആണ് നല്ല രീതിക്ക് അവൻ വർക്ക് ചെയ്തു. അടുത്ത പോയിന്റ് ആണ് പ്രൊമോഷൻ. അവന് പ്രൊമോഷൻ കൊടുക്കുക പ്രത്യേകതാണ്, നമ്മുടെ സാലറി കൂടും, സ്റ്റാറ്റസ് കൂടും അല്ലെ, റെസ്പോൺസിബിലിറ്റി കൂടും. ഇത്രയൊക്കെ കാര്യങ്ങൾ നമുക്ക് എന്ത് വരും, പ്രൊമോഷൻ കിട്ടുമ്പോൾ ഇതൊക്കെ കൂടും അല്ലെ. സാലറി കൂടും, നമ്മുടെ സ്റ്റാറ്റസ് കൂടും, റെസ്പോൺസിബിലിറ്റി കൂടും അല്ലെ. ശരിയല്ലേ? അപ്പോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആദ്യത്തെ സ്റ്റെപ്പാണ് മാൻ പവർ റിക്വയർമെന്റ്, റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, പ്ലേസ്മെന്റ് ആൻഡ് ഓറിയന്റേഷൻ, പിന്നെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, 6ാമത്തെ പെർഫോമൻസ് അപ്രൈസൽ, 7ാമത്തത് പ്രൊമോഷൻ, ഏറ്റവും ലാസ്റ്റ് കോമ്പൻസേഷൻ. വാട്ട് യു മീൻ ബൈ കോമ്പൻസേഷൻ? അവന്റെ സാലറി അല്ലെ, ഇൻകം, വേജസ്, ഇതൊക്കെ എന്താണ്, കോമ്പൻസേഷൻ ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും പഠിച്ചിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. ഉറപ്പായിട്ടും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിനും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സ്റ്റാഫിങ്ങിന്റെ പ്രോസസ് എന്ന് പറയാം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നമുക്ക് റിക്രൂട്ട്മെന്റ് 2 ടൈപ്പ് ഉണ്ട്, ഇന്റേണൽ റിക്രൂട്ട്മെന്റും എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റും. അതിൽ ഇന്റേണൽ റിക്രൂട്ട്മെന്റിൽ ആകെ 2 എണ്ണം പഠിക്കാനുള്ളൂ. ഒന്ന് പ്രൊമോഷൻ, രണ്ടാമത്തതാണ് ട്രാൻസ്ഫർ കേട്ടോ. ഓക്കെ, ഈ 2 കാര്യങ്ങൾ മാത്രം ഇന്റേണൽ റിക്രൂട്ട്മെന്റ് പഠിച്ചാൽ മതി. പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് നേരത്തെ പറഞ്ഞെടുത്തുള്ളൂ. പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വേജ്, ഇൻകം കൂടും, സാലറി കൂടും അല്ലെ, സ്റ്റാറ്റസ് കൂടും, റെസ്പോൺസിബിലിറ്റി കൂടും അല്ലെ. അവിടെ വരെ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഒരു ജോബിൽ നിന്ന് മറ്റൊരു ജോബിലേക്ക് അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിൽ അടുത്തൊരു ഡിപ്പാർട്ട്മെന്റിൽ ട്രാൻസ്ഫർ എന്ന അർത്ഥം. ഇനി എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് കേട്ടാ. എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് ഒരു 4 എണ്ണം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം, ന്യൂസ് പേപ്പർ ആഡ് അല്ലെ, റിക്രൂട്ട്മെന്റ് എംപ്ലോയി സെർച്ച് ചെയ്യുന്ന പ്രോസസ്സ്. അതിൽ എക്സ്റ്റേണൽ പറഞ്ഞാൽ ഓർഗനൈസേഷന് പുറത്തുനിന്ന് ന്യൂസ് പേപ്പർ ആഡ് കൊടുക്കാം. രണ്ടാമത് നോക്കിയേ, ഓൺലൈൻ ജോബ്, ഓൺലൈനിൽ കൊടുത്തൂടെ, സോഷ്യൽ മീഡിയ കൊടുത്തൂടെ, പിന്നെ എംപ്ലോയി റെഫറൻസിൽ കൊടുത്തൂടെ. ഇത്രയും 4 എണ്ണമാണ് ഇപ്പൊ നിങ്ങൾക്ക് പറയാനുള്ളത്. ഞാൻ പറയാനുള്ളത് 4 എണ്ണമാണ്. ഇനി കുറെ കാര്യങ്ങളുണ്ട്. കാഷ്വൽ കോളേഴ്സ് ഉണ്ട്, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഉണ്ട്, അഡ്വർടൈസ്മെന്റ് ഉണ്ട്. എന്താണ് അഡ്വർടൈസ്മെന്റ് ഒക്കെ? പിന്നെ വെബ് പബ്ലിഷിംഗ് ഉണ്ട് അല്ലെ. ഇതൊക്കെ എഴുതി വെച്ച ഈ പോയിന്റ്സ് ആണ്. ഇതൊക്കെ പോയിന്റ്സ് ആണ്. എന്താണ് അഡ്വർടൈസ്മെന്റ് ഉണ്ട്, കാഷ്വൽ കോളേഴ്സ് ഉണ്ട്, പിന്നെന്താണ് കാഷ്വൽ കോളേഴ്സ് ഉണ്ട്, പിന്നെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഉണ്ട്, പിന്നെന്താണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഉണ്ട്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഗവൺമെന്റ് ജോബിലാണ് കേട്ടോ. അതായത് അവിടെ എന്താണ് ഗവൺമെന്റ് ജോബ് എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കിയ ഗവൺമെന്റ് ജോബ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് കൊണ്ടുനടക്കണ എന്നാ ഗവൺമെന്റുകാരാ. കാരണം എന്താണ്, അവിടെ ഒരു എംപ്ലോയി പോയി കഴിഞ്ഞാൽ ആ ഒരു പൊസിഷനിലേക്ക് എന്ത് വരും, അടുത്തൊരു എംപ്ലോയി എന്തായാലും വരും കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് പിന്നെന്താണ് റെക്കമെൻഡേഷൻ ഓഫ് എംപ്ലോയി. നമുക്കറിയാം, എല്ലാവർക്കും റെക്കമെൻഡേഷൻ. എന്താ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്? ഒരാൾ അവിടെ ഉണ്ട്, നമ്മുടെ ഓർഗനൈസേഷൻ, നമ്മുടെ കൂട്ടുകാരനോ എന്തായിക്കോട്ടെ, ഒരാൾ അവിടെ ഉണ്ട്. അയാളെ കണ്ട് അയാൾ പറഞ്ഞ്, ഓർഗനൈസേഷൻ പറഞ്ഞ്, ആ ഒരു മാനേജർ പറഞ്ഞ്
അപ്പൊ നമ്മുടെ ഫ്രണ്ടിനെയോ റിലേറ്റീവിനെ കൊണ്ടുവരുന്ന റെക്കമെൻഡേഷൻ ഓഫ് എംപ്ലോയി കേട്ടോ. അഡ്വർടൈസ്മെന്റ് അറിയാല, ആഡ് നമ്മുടെ പുറത്തുള്ള പോസ്റ്ററോ എന്തെങ്കിലും കണ്ടത് എന്തായിക്കോട്ടെ, അഡ്വർടൈസ്മെന്റ് കണ്ടുവരുന്ന എംപ്ലോയിസ് എന്ന് പറയാ അഡ്വർടൈസ്മെന്റ്, ജോബ് സീക്കേഴ്സ് കേട്ടോ. പിന്നെ കാഷ്വൽ കോളേഴ്സ് അറിയാം, ഡയറക്ട് റിക്രൂട്ട്മെന്റ്, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്, റെക്കമെൻഡേഷൻ ഓഫ് എംപ്ലോയി. ഒരു 8 പോയിന്റ് പഠിച്ചു കഴിഞ്ഞാൽ ഇതൊരു എസ് എ ക്വസ്റ്റിന്റെ ആൻസർ ആണ് കേട്ടോ. എസ് എ ക്വസ്റ്റിൻ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. എക്സ്റ്റേണൽ ചോദിച്ച് പലപ്പോഴും എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് ചോദിച്ച് കാണാറുണ്ട് കേട്ടോ. എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് എന്തായാലും ചോദിച്ച് കാണാറുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം നോക്കി, ഏറ്റവും അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയ സ്റ്റെപ്പാണ് സെലക്ഷന്റെ പ്രോസസ് കേട്ടോ. സെലക്ഷന്റെ പ്രോസസ് കേട്ടോ. സെലക്ഷന്റെ പ്രോസസ് എങ്ങനെയാ സെലക്ട് ചെയ്യുക ആലോചിച്ച് നോക്കി. ഒരു പുതിയൊരു എംപ്ലോയി ഒരു ഓർഗനൈസേഷൻ ചെല്ലുകയാണ്. അപ്പോൾ ആദ്യം പോണത് പ്രിലിമിനറി സ്ക്രീനിങ് കേട്ടോ. ആദ്യത്തത് പ്രിലിമിനറി സ്ക്രീനിങ്. എന്താണ് പ്രിലിമിനറി സ്ക്രീനിങ് എന്ന് പറഞ്ഞാല്? അതായത് നമ്മുടെ കയ്യിൽ പൊതുവെ ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു സി വി ഉണ്ടാവും അല്ലെ. സി വി കണ്ടിട്ട് ആ ഒരു മാനേജർക്ക് നമ്മൾ സ്യൂറ്റബിൾ ആണോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അപ്പോയിന്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ അടുത്ത ടെസ്റ്റിലേക്ക് പറഞ്ഞയക്കും അല്ലെ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എലിമിനേറ്റ് ചെയ്യും. അൺക്വാളിഫൈഡ് ഉള്ള ജോബ് സീക്കേഴ്സിനെ എലിമിനേറ്റ് ചെയ്ത് കളയുന്ന പ്രോസസ് ആണെന്ന് പറയാ പ്രിലിമിനറി സ്ക്രീനിങ്. കിട്ടിയ അൺക്വാളിഫൈഡ് ആയിട്ടുള്ള ജോബ് സീക്കേഴ്സിനെ ജോബ് സീക്കേഴ്സിനെ എലിമിനേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പ്രിലിമിനറി സ്ക്രീൻ. അത് പാസ്സായിച്ചുള്ള അടുത്ത പ്രോസസ് ആണെന്ന് പറയാ സെലക്ഷൻ ടെസ്റ്റ്. കുറേ അധികം ടെസ്റ്റ് ഉണ്ട് അവിടെ എഴുതി വെച്ചോ. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്, പിന്നെ ഇന്റലിജന്റ് ടെസ്റ്റ് നോക്കും, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഇന്റലിജന്റ് ടെസ്റ്റ്, ട്രേഡ് ടെസ്റ്റ്, ഇൻട്രസ്റ്റ് ടെസ്റ്റ്. ഇതൊക്കെ ചോദിച്ചു 2 മാർക്ക് ചോദിച്ചാറുണ്ടാ. സെലക്ഷൻ ടെസ്റ്റ് ചോദിച്ചാല് സെലക്ഷൻ ടെസ്റ്റുകൾ എഴുതാൻ പറഞ്ഞാൽ എഴുതാട്ടാ. എന്താണ്? ആദ്യത്തത് IQ ടെസ്റ്റ് ഉണ്ട്, പിന്നെ ഇൻട്രസ്റ്റ് ടെസ്റ്റ് ഉണ്ട്, പിന്നെ ട്രേഡ് ടെസ്റ്റ് ഉണ്ട്, പിന്നെ പേഴ്സണാലിറ്റി ടെസ്റ്റ് ഉണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് സെലക്ഷൻ ടെസ്റ്റ് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ പാസ്സായവനായിരിക്കും എവിടെ വിടാ? എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ. വാട്ട് യു മീൻ ബൈ എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാലില്ലേ, ഒരു സുപ്പീരിയറും എംപ്ലോയിയും തമ്മിലുള്ള ഇൻഡെപ്ത് കോൺവെർസേഷൻ ആണെന്ന് പറയാ എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ. ഓക്കെ, അത്രേ ഉള്ളൂ, അത്രയും പറഞ്ഞാൽ മതി. ഇനി 4മത്താണ് റെഫറൻസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ചെക്ക്. ആ എംപ്ലോയിയുടെ അഡ്രസ്, ഫോൺ നമ്പർ, അഡീഷണൽ ഇൻഫോർമേഷൻ എല്ലാം കളക്ട് ചെയ്യുന്ന പ്രോസസ് ആണെന്ന് പറയാം റെഫറൻസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ചെക്ക്. അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ എംപ്ലോയി എന്തിന് മെഡിക്കലി ഫിറ്റ് ആണെന്ന് ഒരു മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് എടുത്തു. ശേഷം അടുത്തതിലാണ് എന്ത് ചെയ്യുക? സെലക്ഷൻ. ഇത്രയും ടെസ്റ്റ് പാസ്സായ ഒരു എംപ്ലോയി ആയിരിക്കും എന്ത് ചെയ്യുക? സെലക്ഷൻ ഡിസിഷൻ എടുക്കാം. ഇതും കഴിഞ്ഞ് സെലക്ഷൻ ഡിസിഷൻ കഴിഞ്ഞ് ആ എംപ്ലോയിക്ക് എന്ത് ചെയ്യും? ജോബ് ഓഫർ കൊടുക്കും. ദെൻ കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ്, അവനൊരു അപ്പോയിന്റ്മെന്റ് ലെറ്ററിന്റെ രൂപത്തിൽ കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് നടത്തും. ഇന്ന സമയത്ത് ഇന്ന ഡേറ്റ് ജോയിൻ ചെയ്യണം. ഇതാണ് ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയും, സാലറി പറയും, ബോണസ് പറയും, എല്ലാ കാര്യങ്ങളും പറയുന്നത് കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ്. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചു കഴിഞ്ഞാൽ മക്കളെ ഷുവറായിട്ട് നമുക്ക് ഉറപ്പായിട്ടും ഇതിലെല്ലാ മാർക്കും നമുക്ക് വാങ്ങാൻ പറ്റും. ഓക്കെ, അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരുന്ന് കാണാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.